പ്രമുഖ പത്രപ്രവർത്തകനായ കെ.ജെ. ജേക്കബ് എഴുതിയ കുറിപ്പ് ഒന്ന് വായിക്കാം. ആദ്യം മുതൽക്കേ ഞങ്ങളെപ്പോലുള്ളവർ ചർച്ച ചെയ്ത ആശങ്കകൾക്ക് സമാനമായതുകൊണ്ട് നേരിട്ട് പോസ്റ്റിലേക്ക് കടക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ.ജെ. ജേക്കബ് ആരംഭിക്കുന്നത്. അദ്ദേഹം തുടരുന്നു. കുറച്ചുകാലം മുൻപാണ് ഒരു സ്ഥലത്ത് വച്ചൊരു ടെലിവിഷൻ ചർച്ച കാണാനിടയായി. ഒരു 5 മിനിറ്റ് നേരം ആ ചർച്ച കേട്ടുകൊണ്ടിരുന്ന എനിക്ക് വേണ്ടപ്പെട്ട ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു, ഇതാരാണ് ഈ സംസാരിക്കുന്നത്? ചാനൽ ചർച്ചകൾ കേൾക്കാൻ മെനക്കെടാത്ത, അത്ര പ്രകടമായി രാഷ്ട്രീയം ചർച്ച ചെയ്യാത്ത ആൾ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചതിൽ എനിക്കിത്തിരി ആശ്ചര്യം തോന്നി. എനിക്കും അത്ര നല്ല ധാരണയില്ലായിരുന്നു. പേരും പാർട്ടിയും അറിയാമായിരുന്നു എന്ന് മാത്രം. ആളെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങനെ ചോദിച്ചത്? കേട്ടിട്ട് പേടിയാകുന്നു. അയാൾ സംസാരിക്കുന്നത് മനുഷ്യർ സംസാരിക്കുന്നത് പോലെയല്ല. അന്നു തൊട്ട് ഞാനും ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. ഇന്നിപ്പോൾ എല്ലാം പൂർത്തിയായി. അയാൾ സംസാരിക്കുന്നത് മനുഷ്യർ സംസാരിക്കുന്നത് പോലെയല്ല. കെ.ജെ. ജേക്കബ് വീണ്ടും തുടരുന്നു. യൂത്ത് കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് സഞ്ജയ് ഗാന്ധി എന്ന രാഷ്ട്രീയ മാലിന്യത്തെയാണ്, നമ്മുടെ കാലത്തെ ഹിറ്റ്ലറെയാണ്. എന്നിട്ടും വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കു വേണ്ടി യൂത്ത് കോൺഗ്രസ് പിരിച്ച കാശിൻ്റെ കണക്ക് ചോദിച്ചത് യൂത്ത് കോൺഗ്രസുകാർ തന്നെയാണ്. ആദ്യമായി ഹൂ കെയേഴ്സ് എന്ന പുച്ഛം വച്ചു തന്നെ ആളെ ചൂണ്ടിക്കാണിച്ചതും പൂട്ടാൻ സഹായിച്ചതും ആ സംഘടനയോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീയാണ്. ഞങ്ങൾക്കും പ്രവർത്തിക്കേണ്ട സംഘടനയാണ് എന്ന് ഉത്തരവാദിത്വത്തോടെ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയായ ഒരു സ്ത്രീയാണ്. ഇത്രയുമൊക്കെ ഇനിയും ആ സംഘടനയിൽ ബാക്കിയുണ്ട്. അവരെ ഓർത്തെങ്കിലും മെനയാന്ന് വരെ ആ സംഘടനയെ നയിച്ച എം ലിജു, പി.സി. വിഷ്ണുനാഥ് എന്നിങ്ങനെയുള്ള നേതാക്കളെ ഓർത്തെങ്കിലും തങ്ങളെ ലൈംഗിക വസ്തുവായി മാത്രമാണ് അയാൾ ഉപയോഗിച്ചത് എന്ന് നിരന്നു നിന്ന് പറയുന്ന സ്ത്രീകളെ ഓർത്തെങ്കിലും മനുഷ്യരിൽ താഴെയായി പിറന്നു വീണ ആ ജന്മത്തോട് പൊതുപ്രവർത്തനം നടത്താൻ കോൺഗ്രസ് ആവശ്യപ്പെടണം. അങ്ങനെ ചെയ്താൽ പോലും ഒരു മേന്മയും അവകാശപ്പെടാനില്ല. ആരും അറിയാതെയൊന്നുമല്ല താരതമ്യമില്ലാത്ത നീചത്വം അയാൾ കാട്ടിക്കൂട്ടിയത്. അതിൻ്റെ ഉത്തരവാദികൾ അതിൻ്റെ പേരിൽ ഇനിയും ഉത്തരം പറയണം. കേരളത്തിലെ മനുഷ്യർ അത് പറയിപ്പിക്കും, അത് വേറെ കാര്യം. ഇതെങ്കിലും ചെയ്യണം. സ്വന്തം സംഘടനയോട് കോൺഗ്രസിന് ചെയ്യാവുന്ന മിനിമം മര്യാദയാണിത്. കെ.ജെ. ജേക്കബ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി.വിയിൽ അരുൺകുമാർ ഈ കേസിനെക്കുറിച്ചും അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും റോളുകളെക്കുറിച്ചും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥയെക്കുറിച്ചും പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ അരുൺകുമാർ ഒരു കാര്യം കൂടി പറയുന്നു. വിമർശിക്കുന്ന സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്ന യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ കളിക്കുന്ന കളി തീ കൊണ്ടുള്ള കളിയാണ് എന്ന്. ഈ കളിക്ക് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എണ്ണി എണ്ണി ഉത്തരം പറയേണ്ടി വരുമെന്നും ആ സൂചനയിലുണ്ട്. ഇതിൽ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുന്നത് എന്തുകൊണ്ട്? ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ടീം ഒരു വലിയ ദുരൂഹതയായി തുടരുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ഇത് പറയാനുള്ള കാരണം ഇതൊരു വലിയ മാനങ്ങളുള്ള വിഷയമാണ്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് ഞാൻ കരുതുന്നതേയില്ല. സ്വന്തം ഉടുപ്പും മുണ്ടും കാന്തപുരത്തെ കാണാൻ പോകുമ്പോൾ ഏതു ധരിക്കണമെന്ന് ഷാഫി പറമ്പിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനുവേണ്ടിയാണ് നീലപ്പെട്ടിയിൽ വസ്ത്രം കൊണ്ടുപോയത് വിത്ത് ഇൻവേർട്ടഡ് കോമ. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ബൈറ്റാണ്. അങ്ങനെ ഇടേണ്ട വസ്ത്രം പോലും ഷാഫി പറമ്പിലിനോട് ചോദിച്ച് തീരുമാനിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചെയ്തു വെച്ചിരിക്കുന്ന കൊള്ളരുതായ്മകളെ കുറിച്ചൊന്നും ഷാഫി പറമ്പിൽ അറിഞ്ഞിട്ടേയില്ല. ആരോടാണ് ഷാഫി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് അതിൽ ഷാഫി കൃത്യമായി വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പാപഭാരത്തിൻ്റെ പങ്ക് ഷാഫി പറമ്പിൽ പറ്റിയിട്ടുണ്ടോ എന്ന് രാഷ്ട്രീയ കേരളം സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. ദറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. കാരണം ഇതൊരു സോഷ്യൽ ക്രൈമാണ് സർ. ഈ സോഷ്യൽ ക്രൈം വളരെ ആഴത്തിലുള്ള ഒന്നാണ്. ആരാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ? ചില ആളുകൾ പറഞ്ഞു പ്രജ്വൽ രേവണ്ണയാണ്, കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പറഞ്ഞത്. പെർവേർഷന്റെ കാര്യത്തിൽ കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണ മാത്രമല്ല, ക്രിമിനാലിറ്റിയുടെ കാര്യത്തിൽ 95-ൽ അന്ന് തന്തൂരിയെടുപ്പിൽ കൊന്നുകളഞ്ഞ നയനാസാനിയുണ്ട്. ആ നയനാസാനിയെ ചുട്ടരിച്ച സുശീൽ കുമാർ എന്നൊരു അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുണ്ട്. ആ സുശീൽ കുമാറിന്റെ ക്രിമിനാലിറ്റിയും പ്രജ്വൽ രേവണ്ണയുടെ പെർവേർഷനും ഒത്തുചേരുന്ന ഒരാളായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ ശബ്ദരേഖയിലൂടെ. ആ ശബ്ദരേഖയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ ശബ്ദരേഖയിൽ പറഞ്ഞ വാചകമില്ലേ, കൊല്ലാൻ എത്ര സമയം വേണം എന്നാണ്. ആരോടാ ചോദിക്കുന്നത്? തന്നെ വിശ്വസിച്ച് തന്നോടൊപ്പം എല്ലാം സമർപ്പിച്ചു വന്ന പെൺകുട്ടി തന്നിൽ നിന്ന് ഗർഭം ധരിച്ച് ആ ഗർഭം തന്റെ പ്രിവിലേജിന് വേണ്ടി അവസാനിപ്പിക്കണമെന്ന് ഏകപക്ഷീയ തീരുമാനമെടുത്ത് ആ പെൺകുട്ടിയെ പലതരത്തിലും സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കുട്ടിയോട് പറയാണ്, നിന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്നറിയാമോ? ചാടി ഞാൻ ചവിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചാടി ചവിട്ടുമെന്ന് ആരോടാ പറയുന്നത്? അയാളെ വിശ്വസിച്ച് വന്നതല്ലേ ആ പെൺകുട്ടി? വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ച് വന്നതല്ലേ?
ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടി കരുതിയതെല്ലാം അയാൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞ് ഒടുവിൽ ഗർഭിണിയായി കഴിയുമ്പോൾ ആ പെൺകുട്ടിയെ ചാടിച്ചവിട്ടണമെന്നും നിന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരാൾ കേവലം ഒരു ബലാത്സംഗാരോപിതനായ വ്യക്തി മാത്രമല്ല, അയാളിൽ ഒരു ക്രിമിനാലിറ്റി ഉണ്ട്. അത് തന്തൂരി അടുപ്പിൽ നയനാസാനിയെ ചുട്ടുകൊന്ന എത്ര ആഴത്തിലുള്ള ക്രിമിനാലിറ്റിയാണ് എന്നത് ബോധ്യം വരാൻ ഇനി അധികം സമയം വേണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും പെർവേഷനുള്ള ക്രിമിനാലിറ്റിയുള്ള ഒരാൾ ഇപ്പോഴും ഒരു സോഷ്യൽ ക്രൈം ചെയ്ത് ഒരു സീരിയൽ പ്രഡേറ്ററെ പോലെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കോൺഗ്രസിനെ ലജ്ജിപ്പിക്കുന്നില്ലേ? രാജി ആവശ്യപ്പെടേണ്ട സാഹചര്യമല്ലേ? അയാളെ ഇനിയും പ്രതിരോധിക്കാൻ ഷാഫി പറമ്പിലിന് കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഷാഫി, രണ്ടാമത്തെ ഒരു ഗൗരവമേറിയ വിഷയം ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ആലോചിക്കേണ്ടതാണ്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞാൽ, പുതിയ തലമുറയിലെ കുട്ടികൾ ന്യൂ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് എന്നുള്ളതാണ്. ഇവരുടെ നേതൃത്വത്തിൽ ഒരു ക്രൈം സിൻഡിക്കേറ്റിന് തുല്യമായ രീതിയിലുള്ള സൈബർ ചാവേറുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പാർട്ടികൾക്കും അവരുടേതായ സൈബർ ഗ്രൂപ്പുകളും അണികളും ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ? വേണ്ട സമയത്ത് വർഗീയതയും വേണ്ട സമയത്ത് ആണധികാരത്തിന്റെ സ്വഭാവവും വേണ്ട സമയത്ത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യവും തീർക്കുന്ന സൈബർ കൂട്ടങ്ങളാണ് പാർട്ടി എന്ന് ധരിപ്പിക്കത്തക്ക രീതിയിൽ അത് മൂലധനമായി ഉപയോഗിച്ചാണ് അവർ പെരുമാറുന്നത്. അതിന് ഇരകൾ ആരൊക്കെയാണെന്ന് അറിയാമോ? ഞാനൊരു മെസ്സേജ് വായിക്കാം സർ. ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഒരു പെൺകുട്ടി, ഒരു യുവതി ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ പരാതികൾ സമൂഹത്തിന് മുന്നിൽ ഉന്നയിച്ച സകല പെൺകുട്ടികളെയും സ്ലട്ട് ഷെയിം ചെയ്യുന്ന ആയിരക്കണക്കിന് പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൽ കുറേ എണ്ണം വിഷയത്തിൽ പ്രതിരോധത്തിലായവർ PR എക്സസൈസിന്റെ ഭാഗമായി ഇടുന്നതായിരിക്കാം. പക്ഷേ ബാക്കിയെല്ലാം തന്നെ ജീവിച്ചിരിക്കുന്ന രക്തവും മാംസവും മജ്ജയുമുള്ള സാധാരണ ജനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം മകളെ, സഹോദരിയോ അമ്മയോ ഏതു നിമിഷവും കടന്നുപോയേക്കാവുന്ന ഒരു സാഹചര്യം നേരിടുന്ന പെൺകുട്ടികൾ സ്ലട്ട് ഷെയിം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ നിശബ്ദത പാലിക്കുന്നത് പോലും കുറ്റകരമാണെന്നിരിക്കെ പാർട്ടിയിലെ ഏതെങ്കിലും ചെറുപ്പക്കാർ വരുമ്പോൾ അവരെ ഗർഭക്കേസിലും പെണ്ണുകേസിലും പെടുത്ത് നശിപ്പിക്കുന്നു എന്ന് പറയുന്ന അശ്ലീല തമാശ കൊണ്ട് നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്നതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പെയ്ഡ് PR എക്സസൈസ് വഴി സ്ലട്ട് ഷെയ്മിംഗ് നടത്തി ഈ പരാതി പറയാൻ വരുന്ന പെൺകുട്ടികളെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയും അവരെ സമൂഹത്തിന് മുന്നിൽ താറടിച്ച് കാണിക്കുകയുമല്ലേ ചെയ്തത്? റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേരിൽ പ്രചരിപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾക്ക്, അതിന്റെ ചിത്രങ്ങൾക്ക്, അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ പെയ്ഡ് PR ടീമുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ എന്നതാണ് എന്റെ ചോദ്യം. അടുത്ത മറ്റൊരു ചോദ്യം കൂടിയുണ്ട് സാർ. ഇന്നിപ്പോ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു മുതിർന്ന നേതാവിന്റെ പേരിൽ, ഇതേ പെൺകുട്ടിയുടെ പേരിൽ നിങ്ങൾ തിരിഞ്ഞ് പ്രചരണം നടത്തുന്നതായും ഞങ്ങൾക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ കളിക്കുന്ന കളി തീ കൊണ്ടുള്ള കളിയാണ്. ഇത് കേരളത്തിന് ഇന്നേ വരെ പരിചയമില്ലാത്തൊരു കളിയാണ്. കാരണം ഇതൊരു സോഷ്യൽ ക്രൈം സിൻഡിക്കേറ്റിന്റെ ഭാഗമായി ഒരു കൂട്ടം പെർവേർട്ടുകളായ സൈബർ വെട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് സ്ലട്ട് ഷെയ്മിംഗ് നടത്തുക എന്നുള്ളത് അനാരോഗ്യകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. അത് CPM ചെയ്താലും കോൺഗ്രസ് ചെയ്താലും. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ ഇരകളെ സ്ലട്ട് ഷെയിം ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇത് ഈ പെൺകുട്ടികൾക്ക് നേരെ മാത്രമല്ല സാർ, പാർട്ടിക്കുള്ളിൽ യൂത്ത് കോൺഗ്രസിനുള്ളിൽ അബിൻ വർക്കിക്ക് നേരെ കട്ടപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇന്നലെ പ്രചരണം തുടങ്ങിയത്. അതെന്തിനാണെന്ന് അറിയാമോ? അത് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാതിരിക്കാൻ സ്വാഭാവിക നീതി എന്നുണ്ട്. അബിൻ വർക്കിയുടെ വാക്ക് ഞാൻ കടമെടുത്താൽ എന്താ ഈ നാച്ചുറൽ ജസ്റ്റിസ്, സ്വാഭാവിക നീതി? എറണാകുളത്തെ ജില്ലാ പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അനൂപായിരുന്നു. ആ അനൂപിനെ ഏകദേശം സമാനമായ കേസിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു യൂത്ത് കോൺഗ്രസിൽ. അന്ന് അങ്ങനെ വന്നപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്ന ഒരു സിജോ ജോസഫാണ് പ്രസിഡന്റായിട്ട് അവിടെ വരുന്നത്. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ അത് സംഭവിക്കാമെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് രണ്ടാം സ്ഥാനക്കാരനായ അതിന് വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ പരിഗണിക്കുന്നതിന് എന്താ പ്രശ്നം? അതുവരെ ഇല്ലാത്ത ഒരു സാമുദായിക സമവാക്യത്തിന്റെ കണക്കെങ്ങനെ വന്നു? കണക്ക് നോക്കിയാൽ ഒരുപാട് പറയാനുണ്ട്, അത് പിന്നീട് ഒരു ഘട്ടത്തിൽ ഞാൻ പറയാം. പക്ഷേ ഇവിടെ ആ അബിൻ വർക്കിക്കെതിരെ പോലും ഒരു സോഷ്യൽ മീഡിയയിലും ഒരു ക്യാമ്പയിൻ നടത്താത്ത ആളാണ് അബിൻ വർക്കി. ഈ അഭിജിത്ത് നടത്തിയിട്ടില്ല. സ്നേഹ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എതിരെ എത്രമാത്രം വൈൽഡ് ആയിരിക്കുന്ന, പുളിച്ച് തികട്ടുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആ അറ്റാക്കിനെ ഈ പാവപ്പെട്ട ആളുകൾ തിരിച്ചു പ്രതിരോധിക്കാൻ പെയ്ഡ് പ്രൊമോഷൻ നടത്താനുള്ള ശേഷിയില്ലാത്ത മനുഷ്യർ ഇവരുടെ ഈ അറ്റാക്കിന് മുന്നിൽ തകർന്നു പോകും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, ഇത് കേരളം തിരിച്ചറിയുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ പരിചിതമല്ലാത്ത ഒരുതരം വൃത്തികെട്ട മെയിൽ ഷോവനിസ്റ്റിക്കായ ആണധികാരത്തിന്റെ എല്ലാവിധമായിട്ടുള്ള പുളിച്ചു തികട്ടലുമുള്ള ഒരു സംവിധാനത്തെ വളർത്തിയെടുത്തു കൊണ്ടുവരാൻ ഒരു പുതിയ PR ടീമിന്റെ ഭാഗമായി ചിലർ ശ്രമിച്ചിരുന്നു. അതിന്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് VD സതീശൻ എടുത്ത നിലപാട്, ആർജവമുള്ള നിലപാടിനെ ഷാഫി പറമ്പിൽ തള്ളിപ്പറഞ്ഞതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞു? അതാണ് എനിക്കറിയേണ്ടത്. ഷാഫി പറമ്പിൽ MPക്ക് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഞാൻ ഇത്രയും സൂചിപ്പിച്ച എണ്ണി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, മറ്റൊരു ആരോപിതർക്കും ബാധകമല്ലാത്ത കാര്യങ്ങൾ, മുകേഷിന്റെ ആണെങ്കിലോ എൽദോസിന്റെ ആണെങ്കിലോ വിൻസെന്റിന്റെ കാര്യത്തിലോ ആണെങ്കിലോ ഇതേപോലെ സീരിയൽ പ്രഡേറ്റർ എന്ന നിലയിൽ പെൺകുട്ടികൾ ഒന്നൊന്നായിട്ട് വന്ന് തെളിവുകൾ നൽകിയിട്ടില്ല.
ആരുടെയും ഗർഭഛിദ്രത്തിന്റെ പേരിൽ തെളിവുകൾ നൽകിയിട്ടില്ല, ആരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ആരെയും ചാടിച്ചവിട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഈ ശബ്ദരേഖകളൊന്നും ആ അർത്ഥത്തിൽ പ്രചരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു കേസിൽ തെളിവുകൾ സഹിതം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടും ആ MLA പാലക്കാട് തുടരാൻ അനുവദിക്കുമ്പോൾ ആ വലിയ ഒരു മൊറാലിറ്റി പ്രശ്നം മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ അതിജീവനത്തിന്റെ പ്രശ്നം കൂടിയായിട്ട് മാറുന്നു. ഒരു മനുഷ്യൻ ബീഹാറിൽ വെയിൽ കൊള്ളുന്നുണ്ട് എന്ന് ഓർമ്മിക്കണം. ആ മനുഷ്യന് വാർത്ത കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. രാഹുൽ ഗാന്ധിയേക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടതെങ്കിൽ നിങ്ങൾ രാജിവെക്കേണ്ട, സംരക്ഷിച്ചു പിടിച്ചോളൂ. പക്ഷേ കേരളം ഇതൊക്കെ കാണുന്നുണ്ട്.